ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇതിന് കൂടെ നമ്മൾ ഏത്തക്കായും കൂടി ചേർക്കുന്നുണ്ട്. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഏത്തക്കായിട്ട് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ, ഏത്തക്കായ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. 2 സവാളയാണ് ഞാനിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലെ ചെമ്മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. കായയിലേക്കുള്ള ഉപ്പ് ഇപ്പം ചേർക്കേണ്ട, ചെമ്മീനിലേക്കുള്ളത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ ഒരു വൈറ്റ് കളറായി വരുമ്പോൾ നമുക്ക് മൂടി മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഏത്തക്കായ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഏത്തക്കായയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അതല്ലെങ്കിൽ അതിൻ്റെ ഗ്രേവി പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിപ്പോവും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിരിക്കുന്ന രീതിയിലല്ല നമ്മൾ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇതൊന്ന് പകർത്തി കൊടുക്കാം.
അപ്പോൾ വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഏത്തക്കായിലേക്ക് ആ ചെമ്മീൻ്റെ ആ ഗ്രേവിയിൽ കിടന്ന് ഏത്തക്കായ് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.